ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഉരുളക്കിഴങ്ങ് സ്റ്റൂ ആണ്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും ഒക്കെ തൊലി കളഞ്ഞു ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം. ഇതിന് വേറെ മുളക് പൊടിയൊന്നുമില്ല, ഈ പച്ചമുളക് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് കുക്കറിലിട്ട് ഒരു 2 വിസിൽ കൊടുത്ത് വേവിച്ചെടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ചൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് നമുക്ക് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. എളുപ്പത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുശേഷം ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇത് ഞാൻ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ്. എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. നമുക്ക് സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. തേങ്ങാപ്പാൽ എടുക്കുന്ന ഒരു ചെറിയ ജോലി മാത്രമേ ഉള്ളൂ. കുറച്ച് പാൽ മതിയല്ലോ, പെട്ടെന്ന് എടുത്ത് കഴിയും. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് ഞാൻ കടുകിട്ടു. കടുകിട്ട് പൊട്ടുമ്പോഴത്തേക്ക് അതിനകത്ത് 2 പട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കരിവേപ്പില, ഇത് രണ്ടും കൂടി ഇട്ട ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് എടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം. വെന്തിരിക്കുകയാണ്. കറിക്കൊന്ന് നല്ല കുറുകുന്ന ഒരു പരുവത്തിന് വേണ്ടിയിട്ടാണ്, ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ കുറച്ച് ഇട്ടതാണ്, ഇപ്പോൾ കുറച്ചും കൂടെ ഉപ്പിട്ട് ഇനി അതിലോട്ട് ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതൊഴിക്കാം. നല്ല കട്ടിയുള്ള 1-ാം പാലാണ് എടുത്തിരിക്കുന്നത്. 2-ാം പാലും 3-ാം പാലൊന്നും എടുത്തിട്ടില്ല. 1-ാം പാൽ ഫസ്റ്റ് പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതൊഴിച്ച് ശേഷം അതിലോട്ട് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിള വന്നുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അത് തിളച്ച് പോവേണ്ട. തിളച്ച് പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു അപ്പം കൂടി ഇനി ഉണ്ടാക്കാം. ഇത് അപ്പത്തിൻ്റെ കൂടെയാണല്ലോ നല്ല കോമ്പിനേഷൻ. അപ്പം ഞാൻ അപ്പവും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം റെഡി വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം കുറുമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാൻ വേറൊരു സർവിങ് ബൗളിലോട്ട് മാറ്റുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ കുറുമക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.